എന്താ വേണ്ടത്? വല്ലാത്ത മഴ. നീ ഏതാ? എന്നെ അറിയില്ലേ? എന്റെ പേര് രാജമ്മ എന്നാണ്. രാജി എന്നാണ് എല്ലാരും വിളിക്കുന്നത്. ബാബു എന്നല്ലേ പേര്? ഞാനറിയും. കോളേജിൽ MA പഠിക്കുന്നു അല്ലേ? നിനക്കെങ്ങനെ എന്നെ മനസ്സിലായി? ഞാൻ എന്നും കാണാറുണ്ട്. ബാബു എന്നെ ശ്രദ്ധിച്ചിട്ടില്ല. നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? മഴ കണ്ടില്ലേ? ഞാൻ ഒരാളുടെ കൂടെ പോയതാണ്. ഇപ്പൊ ഹോട്ടലിൽ നിന്നാണ് വരുന്നത്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഡ്രൈവർ കുടിച്ചിരുന്നു. അയാൾ എന്നെ കുറച്ച് അപ്പുറത്തിറക്കി വിട്ടു. ഞാൻ ഞങ്ങളുടെ ഗേറ്റ് ചാടി. ഓ, നീ പോ, ഞാൻ മാറിക്കട്ടെ. അയ്യോ, ഈ മഴയത്ത് ഞാൻ എവിടെ പോകാനാ? ഞാനിവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നീ പോകും. ബാബു ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ഓഹോ, അത് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? അതെ. നിനക്ക് 6 തെറ്റിപ്പോയി. നീ അതിന് മറ്റാരെങ്കിലും അന്വേഷിക്കുന്നതാണ് നല്ലത്. കണ്ട ബാബു എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ബാബുവിനെ ചീത്തയാക്കാൻ വന്നതല്ല. എനിക്ക് വല്ലാതെ തണുക്കുന്നു. ഈ ഉടുപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞുകൊടുക്കണം. അതിനൊന്നും സൗകര്യമില്ല. ഉള്ള സൗകര്യം മതി. ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. എന്നെ തല്ലി കൊന്നാലും ശരി, ഞാൻ ഇവിടുന്ന് പോകില്ല. എനിക്ക് വല്ലാതെ തണുക്കുന്നു. ഈ ഉടുപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞുകൊടുക്കണം. കുളിമുറി എവിടെ? എന്നെ ഉപദ്രവിക്കാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? പോവില്ല. കുളിമുറി എവിടെ? തണുക്കുന്നു. ഇതാണ് ബാത്റൂം. ഇതിനകത്ത് പോയി എല്ലാം പിടിച്ചെടുക്കും. നല്ല വീട്. ഒരാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഇത്രയും വലിയ വീടെന്തിനാ? ഞാനൊന്ന് കുളിക്കട്ടെ. പാവാട എല്ലാം നനഞ്ഞു. എനിക്ക് ഉടുക്കാൻ ഒരു പാവാട തരുമോ? ഇവിടെ പാവാട ഇല്ല. മുണ്ടായാലും മതി. മുണ്ടും ഇല്ല, ആകെ ഒരു ലുങ്കിയാ ഉള്ളത്. ആ, അത് മതി. അതാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. പിന്നെ ഞാനെങ്ങനെയാ പുറത്തു വരിക? എന്തായി ഞാൻ നോക്കുന്നത്? നിനക്കൊന്ന് ഇറങ്ങി പോകാമോ? ഞാനൊന്ന് പോകില്ല. കണ്ടില്ലേ ഇടിവിട്ടുന്നത്? പുറത്തിറങ്ങിയാൽ കാഞ്ഞു പോകും. എനിക്കിതെല്ലാം ഒന്ന് വിരിച്ചിടണമല്ലോ. അപ്പുറത്തുള്ള കൊണ്ട് വിരിക്കൂ. ഇനി നിനക്ക് എന്താണ് വേണ്ടത്? ഒന്നും വേണ്ട.
ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഷർട്ടിട്ട് ഒരാളിനെ പോലെ റൗഡിയെ പോലെ ഇരിക്കുന്നല്ലേ? നീ റൗഡി തന്നെ. ആ, ഞാനൊരു ചട്ടമ്പിയാ. ഗേറ്റ് ചാടിയപ്പോ ആണി ഉണ്ടല്ല. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ മര്യാദയ്ക്ക് പെരുമാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അതെ, ഇറങ്ങി പോകാൻ പറയുമെന്ന് വിചാരിച്ചു. മറ്റൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഞാൻ മര്യാദകൾ കാണിക്കാൻ പോവുകയാണ്.